ഈ കാളന്തിരുത്തി വിദ്യാലയം വളരെയധികം ഈ കാര്യത്തെപ്പറ്റി ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സലീം സാഹിബ് പറയുകയുണ്ടായി. കാളന്തിരുത്തി പ്രത്യേക ഒരു പ്രദേശമാണ്. ഇവിടെ ഒരു കാലത്ത് ദൈനംദിനം തല്ലുണ്ടായിരുന്നു. അതിലൊരു ഭാഗത്ത് ഞാൻ ഉണ്ടാവും, ഒരു ഭാഗത്ത് ലീഗ് ഉണ്ടാവും. ഇത് ഇവിടുത്തെ ഒരു സ്വഭാവമായിരുന്നു. ഇപ്പൊ ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥിനെ പൊന്തിച്ച് നടക്കുന്ന ആളുകളെ ഞാൻ വലുതാക്കി വളർത്തിയതാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിക്കോളി. കാരണം രാത്രി 2 മണി 3 മണി നേരത്താണ് ഈ കാര്യം ഓനെ തച്ച് ബമ്പനെ തച്ച് എന്ന് പറഞ്ഞ് മണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്കും ആസ്പത്രിക്കും. നിങ്ങളെ വളർച്ച നിങ്ങളതാണ് എന്ന് ഇപ്പൊ ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇവിടെ വികസന പ്രവർത്തനങ്ങള് അബ്സത്തിന്റെ ഈ കാലഘട്ടത്തിൽ 1ാം വാർഡ് സ്ഥാനാർത്ഥിയുടെ പരിശ്രമ ഫലമായിട്ടാണ് ഈ റോഡുകളും ഇതൊക്കെ ടാർ ചെയ്തിട്ടുള്ളത്. ബദൽ വിദ്യാലയം, വരാനിരിക്കുന്ന LP സ്കൂൾ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. LDFനും വേണ്ടി ഇവിടെ വർക്ക് ചെയ്യണ ചില ആളുകളുണ്ട്. പൂക്കുഞ്ഞിന്റെ അങ്ങോട്ട് പോണ റോഡ് ടാർ ചെയ്യാൻ പറ്റൂല എന്ന് ആസിറൈസറിൽ പെട്ടതല്ല, ഇറിഗേഷനിൽ പെട്ടതാന്ന് പറഞ്ഞാണ്ട് പഞ്ചായത്തിൽ പരാതിയായിട്ട് വന്ന ആളുകളാണ് ഇപ്പൊ എന്ത് ചെയ്യണേ? ഇവിടുത്തെ വികസനം ഇഞ്ഞും മുന്നോട്ട്. നിങ്ങളൊരു മുന്നോട്ട് ആക്കണ്ട, നിങ്ങളെ മുന്നോട്ടാക്കാൻ കഴിയില്ല. പിന്നെ ഞങ്ങൾ അതാക്കും ഇതാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ അതാക്കും ഇതാക്കും എന്ന് പറഞ്ഞവരോട് ഞാൻ പറഞ്ഞിട്ട് ആ കൈ കിട്ടുപെട്ടു. നല്ല ഓർമ്മ വെച്ചോളി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വേറൊരു ചേരിയിലായിരുന്നു. അന്ന് എന്റെ നയം അതായിരുന്നു. ഇന്ന് എന്റെ നയം എന്ന് പറഞ്ഞാൽ UDF സംവിധാനം ശക്തിപ്പെടുത്തുകയും അതിനനുസരിച്ച് കോൺഗ്രസിനെ ഈ നെല്ലമ്പ്ര പഞ്ചായത്തിൽ വളർത്തുകയും ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. ലീഗ് വിരോധം വെച്ച് ഘട്ടം ഘട്ടമായി DYFIയിലേക്ക് ചാവേറുകളെ റിക്രൂട്ട് ചെയ്യാൻ ഐദർസ്വായി തീരുമാനിച്ചിട്ടില്ലെന്നും ഇവിടുത്തെ സ്ഥാനാർത്ഥികളെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്നും ഇവിടുത്തെ എന്റെ കൂടെയുള്ള ഒരു കുട്ടികളെയും ഒരു ദിവസം സ്റ്റേഷനിൽ കയറാൻ നിങ്ങൾക്കെല്ലാം ഞങ്ങളെ കൂട്ടക്കാരെ കൊണ്ട് കഴിയുകയില്ല എന്നും ഉച്ചൈസനം പ്രസ്താവിച്ചുകൊണ്ട് എന്റെ വോട്ടുകൾ ഉപസംഹരിക്കുന്നതിനോടൊപ്പം സർവസമ്മതനായ മുസ്തഫയെ വൻ ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ച് ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ച് തരണമെന്ന് കേണപേക്ഷിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ചിലരിപ്പോ പറയുന്നുണ്ട് ഓ നികുതി അടിച്ചു തന്നിക്കണ്, ഓ പട്ടയം മാറ്റി തന്നിക്കണ്. ഇതൊക്കെ ഞാൻ ചെയ്തതിന്റെ ബാക്കിയാണ്. ഞാൻ അതിന്റെ മേലെ ചെയ്യാൻ വരെ കൊണ്ട് കഴിയൂല. അതും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് UDF.